എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഇപ്പോൾ ഷോവാന്റെ മുത്തശ്ശിയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതാണ്. അവിടെ ഇപ്പോൾ ഷോവാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ജിയാങ്യാനും അവന്റെ അമ്മയൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയം ജിയാങ്യാന്റെ അമ്മ പറയുന്നുണ്ട്, ഞാൻ മുമ്പ് ജോലിക്ക് പോകുന്ന സമയത്തെല്ലാം നിന്റെ മുത്തശ്ശിയാണ് ജിയാങ്യാന്റെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിരുന്നതും അവൻ ആഹാരം കൊടുത്തിരുന്നതൊക്കെ. ഞാൻ തിരിച്ചെത്തുന്ന നേരം കൊണ്ട് അവൻ നിന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ലൂഹയും അവന്റെ ഗ്യാങ്ങും വരുന്നുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ ഷോവാൻ ചോദിക്കുന്നുണ്ട്, ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. ആ സമയം ലൂഹ, ഇത്രയും മര്യാദ കാണിച്ച് ഞങ്ങൾ വന്നില്ലേ, അപ്പം നീ തിരിച്ച് ഒരു താങ്ക് യു അല്ലേ പറയേണ്ടത് എന്ന് അവളോട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഷോവാനാണെങ്കിൽ ലോൺ എടുക്കാനായിട്ടുണ്ട് ഫാങ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലൂഹയും അവന്റെ ഗ്യാങ്ങും ഈ ഒരു ഫാങ്ങിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഫാങ് വരുമ്പോഴത്തേക്കും ലൂഹയുടെ അടുത്തും ഗ്യാങ്ങിന്റെ അടുത്തും പുറത്തേക്ക് വെയിറ്റ് ചെയ്യാനായി പറയുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഷോവാനാണെങ്കിൽ ജിയാങ്യാന്റെ അടുത്തും അവന്റെ അമ്മയുടെ അടുത്തും പോയി റെസ്റ്റ് എടുത്തോളാനും പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും പോയി കഴിയുമ്പോൾ ഷോവാനാണെങ്കിൽ അയാളോട് സംസാരിക്കുന്നുണ്ട്. എന്തുപറ്റി നിങ്ങൾ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, എത്ര വർഷമായി, എനിക്ക് ഇതിന്റെ മുത്തശ്ശീനെ പരിചയമുണ്ട്, ഞാൻ എങ്ങനെ വരാതിരിക്കും എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ മുത്തശ്ശിയുടെ ഫോട്ടോയിലൊക്കെ നോക്കി പ്രാർത്ഥിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഷോവാനോട് പറയുന്നുണ്ട്, എനിക്ക് ഇതിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മുമ്പ് അടച്ച് തീർക്കാനുള്ള ഒരു ലോണിന്റെ ബാക്കി അത് നീ ഇപ്പോഴൊന്നും അടയ്ക്കണ്ട, കുറച്ച് മാസത്തേക്ക് നിന്റെ പൈസ വാങ്ങാൻ വരണ്ടാന്ന് ഞാനാണെങ്കിൽ ലൂഹേനെ പറഞ്ഞ് ഏൽപ്പിച്ചോളാന്ന് പറയുന്നുണ്ട്. ഷോവാൻ ഇപ്പോൾ അത് കുഴപ്പമില്ല, ഞാനാണെങ്കിൽ ഓൾറെഡി കുറച്ച് പൈസ സേവ് ചെയ്തായിരുന്നു, ഞാൻ അല്ലെങ്കിൽ തന്നെ ലൂഹയ്ക്ക് മാസം 3000 വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം നീയാണെങ്കിൽ അപ്പോൾ ടോട്ടൽ എത്ര രൂപ അവന് കൊടുത്തു, എത്ര മാസം കൊടുത്തു എന്ന് വെച്ചപ്പോൾ 3 മാസം കൊണ്ട് ഞാൻ 9000 കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഫാങ് അപ്പോൾ ശരിയെന്നാ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ലൂഹയും ഗ്യാങ്ങും ശരിയെന്നാ ബായ് സാർ, ഞങ്ങൾ പിന്നീട് വന്നോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഫാങ് പോയി കഴിയുന്നതും അപ്പം തന്നെ ലൂഹയാണെങ്കിൽ ഷോവാൻ്റെ അടുത്ത്, അല്ല നീ ഇത്രയും വലിയ സെറ്റപ്പൊക്കെ ചെയ്തല്ലോ, എന്നിട്ട് ഇതിൻ്റെ മുത്തശ്ശിയുടെ മരണാനന്തര ചടങ്ങിൽ ഒരാൾ പോലും വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തന്നെയാണ് കറക്റ്റ് അങ്ങോട്ടേക്ക് ലൂഷിഷിയാവോ ഒരുപാട് ആൾക്കാരെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. കാണുമ്പോൾ ഷോവാന് സന്തോഷവും സങ്കടവും ഒക്കെ തന്നെ വരുന്നുണ്ട്. അതേസമയം തന്നെ അവരെല്ലാവരും അകത്തേക്ക് കയറുമ്പോഴത്തേക്കും മുത്തശ്ശിയുടെ ഫോട്ടോയിലേക്ക് പൂവയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ആ സമയം തന്നെ അവളെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് മെങ്ങും ജിയാങ് ഫാനും വരുന്നുണ്ട്. മെങ്ങാണെങ്കിൽ ഇതിൻ്റെ മുത്തശ്ശി ഇതിനൊക്കെ വേണ്ടി ഒരു സംഭവം കൂടെ വെച്ചിട്ടാണ് പോയെന്ന് പറയുന്നുണ്ട്. അതൊരു വീഡിയോ ആയിരുന്നു, എല്ലാവരുടെയും മുന്നിൽ ഒരു സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരിക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ആ ഒരു സമയം കൊണ്ട് ഞാൻ മരിക്കുമെന്ന് എനിക്ക് പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലുക്കിലൊക്കെ അങ്ങ് വന്നത്. എനിക്കാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് നമ്മുടെ നൂഡിൽസ് കട നടത്തുന്ന അങ്കിൾ ക്യാങ്ങിനോടാണ്, ക്യാങ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും കരയരുത്, ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കണമെന്ന് പറയുന്നുണ്ട്. അതേസമയം അവിടെ ക്യാങ് ഉണ്ടായിരുന്നു, അത് കാണുന്ന ക്യാങ് ആണെങ്കിൽ കരയുന്നുണ്ടെങ്കിലും ഇല്ല ഞാൻ ചിരിക്കുവാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അടുത്ത മുത്തശ്ശി വീഡിയോയിൽ ഷോവാനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, നീ ഒരിക്കലും വിഷമിക്കരുത് മോളെ, നീ കോളേജിൽ പോകണം, നന്നായിട്ട് തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, പിന്നെ നീ പേടിക്കരുത് ഞാൻ പോയി എന്നൊന്നും കരുതി, കാരണം ഞാൻ ഒരിക്കലും പോയിട്ടില്ല ഒരിടത്തും, ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്, ചിരിച്ചുകൊണ്ട് എപ്പോഴും ഞാൻ അതിനെ കണ്ടുകൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഷോവാനാണെങ്കിൽ മുത്തശ്ശിയുടെ ഫോട്ടോ എല്ലാം എടുത്തുകൊണ്ട് ആ ഒരു മരണാനന്തര ചടങ്ങെല്ലാം കഴിയുമ്പോഴത്തേക്കും വീട്ടിലേക്ക് പോകുന്നുണ്ട്. കൂടെയാണെങ്കിൽ ജിയാങ്യാനും പിന്നെ ലൂഷിഷാവും പോകുന്നുണ്ടായിരുന്നു. ആ സമയം ഷോവാനാണെങ്കിൽ എന്നെ ഇവിടെ വിട്ടാൽ മതി, ഇന്ന് എനിക്കൊരു ദിവസം വീട്ടിൽ തനിച്ചിരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് അവൾ പറയുന്നുണ്ട്. ആ സമയം ലൂഷിഷാവും ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് ലൂഷിഷാവയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അവനങ്ങനെ വീട്ടിൽ പോകണം എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ജിയാങ്യാൻ നീ പൊക്കോ, ഞാൻ അവളെ നോക്കിക്കോളാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ലൂഷിഷാവ് നൈറ്റ് വീട്ടിൽ വരുന്ന സമയത്ത് ഗുയോയാനാണെങ്കിൽ അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഷിഷിയാവിനെ ഫോൺ വിളിച്ചതും ഇവരെ തന്നെയായിരുന്നു. അതുകൊണ്ട് ലൂഷിഷിയാവ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ച് വരുത്തിയത്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. ആ സമയം അവർ പറയുന്നുണ്ട്, അത് പിന്നെ നീയാണെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഫൈനാൻസ് പഠിക്കാൻ പോകുന്നതിനെ പറ്റി സംസാരിച്ചത് ഞാൻ കേട്ടായിരുന്നു, എന്തായാലും നീയാണെങ്കിൽ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഷോവാന് അവളുടെ മുത്തശ്ശിയുടെ സർജറിക്ക് വേണ്ടിയുള്ള ക്യാഷ് കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. ഷിഷിയാവ് പറയുന്നുണ്ട് ഷോവാൻ്റെ മുത്തശ്ശി മരിച്ചു എന്ന്. ആ സമയം ഗുയോയാൻ ഒന്ന് ഷോക്കായിട്ട്, നീ എന്തേ പറയുന്നത്, പക്ഷെ മുത്തശ്ശി ഓക്കെ ആയിരുന്നതല്ലേ, പെട്ടെന്ന് എങ്ങനെ മരിക്കാനാ, മരണാനന്തര ചടങ്ങ് എപ്പോഴാണ്, എനിക്കും പോകണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ലൂഷിഷിയാവ് അതെല്ലാം ഓൾറെഡി കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ഗുയോയാനാണെങ്കിൽ നീ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഈ വിഷമിക്കുന്നത് എൻ്റെ അഭിനയമാണെന്ന്, എന്നാൽ ഒരിക്കലുമല്ല, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ശരിക്കും വിഷമമുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ ലൂഷിഷിയാവോ അവർ പറയുന്നത് വിശ്വസിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. ആ സമയം ഗുയോയാൻ വിളിച്ച് പറയുന്നുണ്ട്, നീ എബ്രോഡ് പോയി കഴിഞ്ഞാൽ മുത്തശ്ശി മരിച്ചെങ്കിൽ പോലും ആ ഒരു പൈസ എങ്ങനെ ഉറപ്പായിട്ടും ഷോവാന് കൊടുക്കുമെന്ന്. ശേഷം കാണിക്കുന്നത് ജിയാങ്യാനാണ്. അവനിപ്പോൾ അവൻ്റെ വീട്ടിലുള്ള ബാൽക്കണിയിൽ അവിടെ നിന്നിട്ട് ഷോവാൻ്റെ ആ ഒരു വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അമ്മ വരുമ്പോൾ പറയുന്നുണ്ട്, ഇനി തൊട്ട് നമുക്ക് ഷോവാനെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് അവളെ നോക്കാമെന്ന്. ആ സമയം അമ്മയാണെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് തന്നെ അവളെ നോക്കാം, ഇപ്പം നീ എന്തായാലും അകത്തേക്ക് വരാൻ നോക്ക്, പിന്നെ അതുമാത്രമല്ല നമ്മളിവിടെ നിന്ന് പോകുന്നതിന് മുന്നേ പറ്റുമ്പോഴെല്ലാം തന്നെ നീ അവളുടെ കൂടെ പോയി ടൈം സ്പെൻഡ് ചെയ്യാനും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അടുത്ത ദിവസം ഷോവാനെ കാണിക്കുകയാണെങ്കിൽ അവളാണെങ്കിൽ സോഫയിൽ കിടന്നായിരുന്നു ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വീടെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്, കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. പക്ഷേ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മുത്തശ്ശിയുടെ ഒരു ഫോട്ടോ കാണുകയും അങ്ങനെ അതോർത്ത് അവൾ കരയാനായി തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ വെള്ളം തിളപ്പിക്കാൻ വെച്ച ഒരു കാര്യം മറന്നിട്ട് അവിടെ കിടന്നങ്ങ് ഉറങ്ങി പോകുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ഷോവാന് ഫുഡ് കഴിക്കാനായിട്ട് ഫുഡും വാങ്ങിച്ചുകൊണ്ട് ലൂഷിഷിയോ വന്നിട്ടുണ്ടായിരുന്നു. അവൻ എത്ര ഡോറി തട്ടിയിട്ടും ഷോവാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ആ സമയത്ത് ഗ്യാസിൻ്റെ സ്മെല്ല് അവന് കിട്ടാനായി തുടങ്ങുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ അവൻ വീടിൻ്റെ ബാക്ക് സൈഡ് വഴി കയറാനായി നോക്കുന്നുണ്ട്. എന്നാൽ അതും ലോക്കായിരുന്നു. പക്ഷേ ഡോറ് ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ ആ ഒരു ഗ്ലാസ് അവൻ പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറാണ്. അകത്തേക്ക് കയറിയ ഉടനെ തന്നെ അവൻ അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്.
എന്നിട്ട് ഷോവാൻ്റെ റൂമിലേക്ക് പോവാണ്. ആ സമയം ഷോവാൻ്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൂഷി ഷാവോ അവളെ എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. പിന്നീട് ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും സമയത്തിനാണ് എത്തിച്ചത്, വരെ പ്രശ്നമൊന്നുമില്ല, ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ ആൾ ഓക്കെ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം തന്നെ ഷോവാന് ബോധം വന്നിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ലൂഷി ഷാവോ വന്നിട്ട് നീ ഓക്കെ അല്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഷോവാനാണെങ്കിൽ ഞാൻ മരിക്കാൻ ശ്രമിച്ചതല്ല, ഞാൻ ശരിക്കും അല്ലാതെ ഉറങ്ങിപ്പോയതാണെന്ന് പറയുന്നുണ്ട്. ലൂഷി ഷാവോ അപ്പോൾ അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ഇരിക്കുമ്പോൾ അവളാണെങ്കിൽ നീ പൊക്കോ എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അന്നിനായിട്ട് അവളെ കാണാനായിട്ട് മെങ്ങും ജിയാങ് ഫാനും വരുന്നുണ്ട്. അവളെ ഹാപ്പി ആക്കാനായിട്ട് ജിയാങ് ഫാൻ ഒരുപാട് കോമഡിയൊക്കെ ഇനിയെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജിയാങ് ഞാൻ അവളുടെ അടുത്ത് ഇരിക്കുന്നതാണ്. ആ സമയം ലൂഷി ഷേയും വരുന്നുണ്ട്. എന്നാൽ ഷോവാൻ ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു. ജിയാങ് ഞാൻ അപ്പോൾ ലൂഷി ഷേയുടെ അടുത്ത് ഞാൻ അവളെ നേരെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഐ എം സോറി എന്നൊക്കെ പറയുമ്പോൾ എന്നോടല്ല നീ അവളോടാണ് സോറി പറയേണ്ടതെന്ന് പറഞ്ഞ ശേഷം ലൂഷി ഷേ അവിടെ നിന്ന് പോകുന്നുണ്ട്. രാവിലെ ഷോവാൻ ഉറക്കം എഴുന്നേൽക്കുമ്പോഴത്തേക്കും നേഴ്സ് വന്നിട്ട് റൂമിലെ കർട്ടനെല്ലാം ഓപ്പൺ ആക്കിയിട്ടിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഷോവാൻ എഴുന്നേറ്റ് അതെല്ലാം തന്നെ ക്ലോസ് ആക്കിയിട്ടിട്ട് വന്നിരിക്കുന്ന സമയത്ത് ലൂഷി ഷേ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരികയും ആ ഒരു കർട്ടൻ വീണ്ടും ഓപ്പൺ ആക്കിയിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഷോവാനാണെങ്കിൽ അതൊക്കെ അടച്ചിടാനായിട്ട് പറയുന്നതനുസരിച്ച് അവനാണെങ്കിൽ വീണ്ടും അത് അടച്ചിടുന്നുണ്ട്. എന്നാൽ ഷോവാൻ്റെ അടുത്ത് നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് പോകണമെന്നൊക്കെ പറയുന്ന സമയത്ത് അവളാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. ഡിസ്ചാർജിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ആയി കഴിയും, നമുക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറയുമ്പോഴായാലും ഷോവാനാണെങ്കിൽ ഇല്ല ഞാൻ വരത്തില്ല, എനിക്ക് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കണം, ഇവിടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് സൂര്യൻ്റെ വെളിച്ചം പോലും മുഖത്ത് കാണിക്കാതെ ബ്ലാങ്കറ്റ് എല്ലാം ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ട്. എന്നാൽ ലൂഷി ഷേ അത് ശരിയാകത്തില്ല, ഫുഡും കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല, ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റാൻ പറഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഒരുപാട് തവണ വിളിക്കാനേ നോക്കുന്നുണ്ട്. എന്നാൽ എത്ര വിളിച്ചിട്ട് അവൾ കേൾക്കുന്നില്ല. അങ്ങനെ ഷോവാൻ അവസാനം പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മുത്തശ്ശീനെ നഷ്ടപ്പെട്ടു, എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു, എനിക്കൊക്കെ 18 വയസ്സ് മാത്രമേ ഉള്ളൂ, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നവൾ പറയാണ്. ആ സമയം ലൂഷി ഷേ ഐ എം സോറി, പക്ഷേ നിൻ്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും, നീയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകുന്ന ഓരോ ഘട്ടത്തിലും ഞാൻ നിൻ്റെ കൂടെ ഒപ്പം തന്നെ നിൽക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഷോവാനാണെങ്കിൽ വീട്ടിലേക്ക് പോകാനായിട്ട് സമ്മതിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ലൂഷി ഷേ ഷോവാനെ അവൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. അവിടെ ലൂഷി ഷാവോ അവൻ്റെ ബെഡ് തന്നെ ഷോവാനെ കിടക്കാനായിട്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഷോവാനെ നീ എവിടെ കിടക്കുമെന്ന് നോക്കുമ്പോഴത്തേക്കും ഞാൻ അവിടെ പുറത്ത് സോഫയിൽ കിടന്നോളാം, നീ രാവിലെ എഴുന്നേറ്റ് റൂം തുറക്കുമ്പോൾ തന്നെ അതിന് മുന്നിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് അവർക്കൊരു ഹഗ്ഗൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അടുത്ത ദിവസം രാവിലെ ഷോവാൻ ഉറക്കം എഴുന്നേറ്റ് വരുന്ന സമയത്ത് ലൂഷി ഷാവോ കുക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഷോവാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ലൂഷി ഷാവോ വേണ്ട നീ അവിടെ സോഫയിലൊക്കെ ഇരിക്കാനായി പറയുന്നുണ്ട്. അവർക്ക് കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാൻ ഫുഡ് ഓൺലൈനിൽ ഓർഡർ ചെയ്തായിരുന്നു, എന്നാൽ മഴ കാരണം തന്നെ ഡെലിവറി കഴിയുകയാണെങ്കിൽ ആ ഫുഡെല്ലാം കൊണ്ട് കളഞ്ഞു, സോ ഫുഡ് കിട്ടാനായിട്ട് ലേറ്റ് ആവുമെന്ന്. ഷോവാൻ അപ്പോൾ അത് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ലൂഷി ഷേ ആ സമയത്ത് അവളുടെ അടുത്ത് ഇരുന്നിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോണിൽ നോക്കുന്നുണ്ട് ഏത് ഫുഡ് വേണമെന്നൊക്കെ ചോദിച്ച ശേഷം രണ്ടുപേരും കൂടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ആ സമയം ലൂഷി ഷേ പറയുന്നുണ്ട് ഇപ്പം നല്ല മഴ പെയ്യല്ലേ, നമുക്ക് മഴയൊക്കെ മാറിയിട്ട് ഒന്ന് നടക്കാനായിട്ട് പോകാം, എങ്ങനെ നിന്നെ കാണണമെന്ന് അവൾ ജിയാങ് ഫാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പോകാനപ്പോൾ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ലൂഷി ഷേ പറയുന്നുണ്ട് നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കിരുത്തി കഴിഞ്ഞാൽ നീയാണെങ്കിൽ എപ്പോഴും ഇതൊക്കെ തന്നെ ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് നിന്നെ പുറത്തു കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്നത്. അതാകുമ്പോൾ നീയാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തയിലൊക്കെ ആയിട്ട് നിന്റെ വിഷമം പെട്ടെന്ന് മാറും, കാരണം എനിക്ക് നല്ല അനുഭവം ഉള്ളതാണ്, എൻ്റെ അമ്മ മരിച്ചപ്പോഴും നിൻ്റെ ഇതേ അവസ്ഥയിലായിരുന്നു ഞാനെന്ന് പറയുന്നുണ്ട്. ഷോവാൻ അപ്പോൾ പക്ഷേ നീ നല്ല കുഞ്ഞായിരുന്നില്ലേ എന്ന് പറയുന്ന സമയത്ത് ലൂഷി ഷാവോ ആയിരുന്നു, എനിക്കാണെങ്കിൽ ഭയങ്കര ഒറ്റപ്പെടലുമായിരുന്നു, എന്നാൽ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും വിശ്വാസത്തോടെ ഇരിക്കുന്നതെന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര വിശ്വാസത്തോടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ട്. എനിക്ക് നിന്നോട് അത് തന്നെയാണ് പറയാനുള്ളത്, നിൻ്റെ മുത്തശ്ശി ഇവിടെ നിന്ന് പോയി എന്ന് നിന്നെ വിട്ട് പോയിട്ടില്ല, നിൻ്റെ അടുത്തേക്ക് നിൻ്റെ മുത്തശ്ശി തിരിച്ച് വരൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ മഴ മാറുമ്പോൾ അവർ നടക്കാനായി പോകുന്നുണ്ട്. ആ സമയം ഷോവാൻ പറയുന്നുണ്ട് എനിക്ക് 9 വയസ്സാവുന്നവരെയുള്ള എല്ലാ ബർത്ത്ഡേയിലും ഞാനാണെങ്കിൽ എൻ്റെ ആഗ്രഹം എന്താണോ അത് എഴുതിയിട്ട് എൻ്റെ തലേണയുടെ അടിയിൽ വെക്കുമായിരുന്നു. ചിലതൊക്കെ നടന്നിട്ടുണ്ട്, ചിലതൊന്നും നടന്നിട്ടേ ഇല്ല, എന്തുകൊണ്ടാണ് ചിലത് നടക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നിനക്ക് അറിയാവോ? എൻ്റെ അച്ഛൻ പറഞ്ഞത് ചില ബർത്ത്ഡേക്കുള്ള ആഗ്രഹങ്ങളൊന്നും നടക്കാത്തതിന് കാരണം ആ ഒരു ബർത്ത്ഡേ കേക്കിലുള്ള എല്ലാ മെഴുകുതിരികളും ഞാൻ ഒറ്റയടിക്ക് ഊതി അണയ്ക്കാത്തത് കൊണ്ടാണെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും ലൂഷി ഷാവയും ചിരിക്കുന്നുണ്ട്, പറയുന്ന ഷോവാനും ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഷോവാൻ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ 9ാമത്തെ ബർത്ത്ഡേയിൽ ഭയങ്കരമായിട്ട് ഒരു കാര്യം ആഗ്രഹിച്ചു, എന്നിട്ട് ഒറ്റയടിക്ക് തന്നെ ആ ഒരു മെഴുകുതിരികളെല്ലാം തന്നെ ഊതി കിടത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ലൂഷി ഷാവ അപ്പോൾ എന്തായിരുന്നു ആഗ്രഹം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ എൻ്റെ അച്ഛൻ്റെ ആ ഒരു വയ്യായികയൊക്കെ മാറണേ, അച്ഛൻ എപ്പോഴും ഭയങ്കര ചുമക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, അത് മാറണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ചു പോവുകയാണ് ചെയ്തത്, അതിനുശേഷം പിന്നീട് ഒരു ബർത്ത്ഡേക്ക് പോലും ഞാൻ വിഷ് ചെയ്തിട്ടില്ല എന്നുള്ള പറയുന്നുണ്ട്. ആ സമയം ലൂഷി ഷാവോ ഇപ്പം അങ്ങനെ വിഷ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നീ എന്ത് വിഷ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കൊരു ബൈസൈക്കിൾ വേണമെന്ന് ഞാൻ വിഷ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ലൂഷി ഷാവോ ഒരു സൈക്കിളോ വേറൊന്നും വേണ്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേറൊന്നും വേണ്ട, ഈ സൈക്കിൾ എന്ന് പറയുന്നത് എനിക്ക് പണ്ട് തൊട്ടേ വേണമെന്ന് ആഗ്രഹമുള്ളൊരു കാര്യമാണ്, അതിന് കാരണം മുമ്പ് ഒരിക്കൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു, മുത്തശ്ശീനെ വിളിച്ച് വരുത്തി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാനാണെങ്കിൽ ഒരു മഴയത്ത് വീട്ടിലോട്ട് ഇങ്ങനെ ഓടി പോവുകയായിരുന്നു ചെയ്തത്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല പനിയും പിടിച്ചു, ഞാൻ ഭയങ്കരമായിട്ട് തന്നെ കഷ്ടപ്പെട്ടു. ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തുമായിരുന്നല്ലോ, ഇങ്ങനെ എനിക്ക് പനിയും വരത്തില്ലായിരുന്നു എന്ന്. അപ്പം തൊട്ടുള്ള ആഗ്രഹമാണെന്ന് പറയുന്നുണ്ട്. അതിനായിട്ട് ഷോവൻ ഉറങ്ങിക്കഴിയുന്ന സമയത്ത് ലൂഷി ഷാവോ ശബ്ദം ഉണ്ടാക്കാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നേരെ ആർക്കേഡിലേക്കാണ് പോകുന്നത്. അവിടെയാണെങ്കിൽ ഒരു പാട്ടുള്ളൊരു ഗെയിം, അത് കളിച്ച് ഫസ്റ്റ് പ്ലേസ് വന്നു കഴിഞ്ഞാൽ ഒരു സൈക്കിൾ സമ്മാനമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് രാത്രി മൊത്തം ഇരുന്ന് ലൂഷി ഷാവോ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം രാവിലെ ഷോവൻ ഉറക്കം എഴുന്നേറ്റ് വരുന്ന സമയത്ത് ലൂഷി ഷാവോ സോഫയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ ഞാൻ ജോലിക്ക് പോവാണ്, നീയാണെങ്കിൽ ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്ന പറഞ്ഞിട്ട് സ്റ്റിക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതി ഒട്ടിച്ചു വെച്ച ശേഷം അവളാണെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ട്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് അവിടെ ഓൾറെഡി 2 പയ്യന്മാർ വന്നിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഷോവൻ അങ്ങനെ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ
ചോദിക്കുന്ന സമയത്ത് ഒരു പയ്യൻ പറയുന്നുണ്ട് ഇവിടെ ഈ ആർക്കേഡിൽ ഇന്നലെ രാത്രി ലൂസിഷ്യ വന്നിട്ട് രാവിലെ 4 മണി വരെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു സൈക്കിളും ജയിച്ചെടുത്തു. ആ സൈക്കിൾ കൊണ്ടുപോകുന്നതിന് മുന്നേ എന്നെ വിളിച്ചു വരുത്തിയിട്ടാണ് അത് കൊണ്ടുപോയത്. എൻ്റെ ഉറക്കം അവൻ കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. കേട്ടോണ്ടേ തന്നെ ഷോവാൻ നേരെ അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ അവളുടെ ഡോറിന്റെ ഫ്രണ്ടിലായിട്ട് ആ ഒരു സൈക്കിൾ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവൾ ലൂസിഷ്യാവിനെ കോൾ ചെയ്യുന്നുണ്ട്. അവളുടെ കോളിന്റെ സൗണ്ട് കേൾക്കുമ്പോഴാണ് ലൂസിഷ്യാവ് ഉറക്കം എഴുന്നേക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അതിനെ എഴുന്നേപ്പിച്ചായിരുന്നു. രാത്രി മൊത്തം ഉണർന്നിരുന്നെങ്കിൽ കേട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ലൂസിഷ്യാവ് അപ്പോൾ ഇത്ര പെട്ടെന്ന് നീ ഈ സൈക്കിൾ കണ്ടുപിടിച്ചോ? ഞാൻ വിചാരിച്ചു രാത്രിയാവുമെന്ന്. എന്തായാലും നീ നേരത്തെ കണ്ടുപിടിച്ചല്ലോ. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് തോട്ടിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇത്രയും ദൂരം കയറ്റി വെച്ച് നീ തന്നെ ഇതെല്ലായിടത്തും താഴെ കൊണ്ടു ചേരണമെന്ന് പറയുന്നുണ്ട്. ലൂസിഷ്യാവ് അപ്പോൾ എങ്ങനെയാണോ സ്റ്റെപ്പ് വഴി കയറ്റി നിന്റെ സൈക്കിൾ നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചത് അതുപോലെ തന്നെ ഞാൻ ഇറക്കി റോഡിലേക്ക് നിനക്കത് വെച്ചുതരാമെന്ന് പറയുന്നുണ്ട്. ഷോവാൻ അപ്പോൾ ശരി എന്നാൽ നീ ഉറങ്ങിക്കോ, രാവിലെ വരെ മൊത്തം ഉണർന്നിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. സമയം ലൂസിഷ്യാവ് ഷോവാൻ രാവിലെ ഉറക്കം എഴുന്നേറ്റുണ്ടെങ്കിൽ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ നോട്ട് വെച്ചിട്ട് പോയ ഒരു സ്റ്റിക്കി നോട്ട് അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അതിങ്ങനെ നോക്കിയിരിക്കും. അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ലൂഹെ ഫാങ്ങിന്റെ ഓഫീസിലോട്ട് വരുന്നതാണ്. ആ സമയം ഫാങ് അവനെ പിടിച്ചേർത്തി സംസാരിക്കുന്നുണ്ട്. ഫാങ് ആണെങ്കിൽ ഷോവാന്റെ മുത്തശ്ശിയുടെ മരണാന്തര ചടങ്ങിന് പോയിട്ടുണ്ടെന്ന് ഷോവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ 3 മാസമായിട്ട് 3000 രൂപ വെച്ച് കടമടച്ച് തീർക്കാനുള്ള പൈസ ലൂഹയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു എന്ന്. എന്നാൽ ഷോവാൻ പറഞ്ഞപ്പോഴാണ് ഫാങ് ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് ഫാങ്ങിന് മനസ്സിലാവുന്നുണ്ട് പൈസ തിരിച്ചു തരാനുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പൈസ എല്ലാം തന്നെ ലൂഹ സ്വയമായിട്ട് എടുക്കുകയും അവർ പൈസ അടച്ചില്ല എന്ന് തൻ്റെ അടുത്ത് കള്ളം പറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലൂഹയുടെ അടുത്ത് അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ ലൂഹയാണെങ്കിൽ ഐ എം സോറി സാർ, ഇനി ഞാൻ ഒരിക്കലും റിപ്പീറ്റ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഫാങ് പോകുന്നത് എത്ര പൈസയാണ് എടുത്തത് അത് മൊത്തം എനിക്ക് തിരിച്ചടക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നൈറ്റ് ഷോവാൻ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ലൂസിഷ്യാവ് കോൾ ചെയ്തിട്ട് ഉറങ്ങാനായിട്ട് പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇല്ല, ഞാൻ ഇപ്പോൾ കുളിച്ചിറങ്ങിയതേ ഉള്ളൂ, ഇനിയിപ്പോൾ ഉറങ്ങാൻ പോകുന്നേ ഉള്ളൂ, നീ എന്താ ചെയ്യുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും ഞാനിവിടെ ഡ്രോയിങ് ചെയ്യാനായിട്ട് തുടങ്ങുമായിരുന്നു എന്ന് ലൂസിഷ്യാവ് പറയുന്നുണ്ട്. ഷോവാൻ അപ്പോൾ ആരെയാ ഡ്രോയിങ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് ഞാൻ ഇതുവരെയായിട്ട് തീരുമാനിച്ചില്ല, തുടങ്ങുന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഷോവാൻ അപ്പോൾ പറയുന്നുണ്ട് ഈ സമ്മറൊക്കെ തീർന്നിട്ട് പെട്ടെന്ന് തന്നെ വിൻ്റർ തുടങ്ങിയാൽ മതിയായിരുന്നു, എനിക്കാണെങ്കിൽ മഞ്ഞ് പൊഴിയുന്നത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണെന്ന് പറയുകയാണ് ലൂസിഷ്യാവ്. അപ്പോൾ നിനക്കത് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, നീ മഞ്ഞ് പൊഴിയുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ലൂസിഷ്യാവ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഷോവാനാണെങ്കിൽ എനിക്കും കാണാൻ പറ്റിയിട്ടില്ല, ഇവിടെ അതിന് മഞ്ഞൊന്നും പൊഴിയാറില്ലല്ലോ, പക്ഷെ അതെനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറയാണ് ലൂസിഷ്യാവ്. അപ്പോൾ ഈ വർഷാവസാനം ഞാൻ നിന്നെ മഞ്ഞ് പൊഴിയുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, നിന്നെ ഉറപ്പായിട്ട് ഞാൻ അത് കാണിച്ചു തന്നേക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷോവാൻ്റെ അടുത്ത് നിന്ന് റെസ്പോൺസ് ഒന്നും വരുന്നില്ല. അപ്പോൾ തന്നെ ലൂസിഷ്യാവിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഷോവാനാണെങ്കിൽ ഉറങ്ങിപ്പോയിന്ന്. എന്നാലും അവൻ കോളൊന്നും കട്ട് ചെയ്യുന്നില്ല. കോൾ കട്ട് ചെയ്യാതെ തന്നെ അവൻ്റെ ഡ്രോയിങ് എല്ലാം പതുക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. രാവിലെ ആകുമ്പോഴത്തേക്കും ലൂസിഷ്യാവ് ഡ്രോയിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തും കോൾ കട്ട് ചെയ്യുന്നില്ല. ലൂസിഷ്യാവ് എന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ പെട്ടെന്ന് റെഡിയാവുകയും അതിനുശേഷം അങ്കിൾ ക്യാങ്ങിൻ്റെ കടയിൽ നൂഡിൽസ് കഴിക്കാൻ ചെന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു കടയിലെ ശബ്ദം ഫോൺ വഴി കേട്ടിട്ടാണ് ഷോവാൻ ഉറക്കം എഴുന്നേക്കുന്നത്. കോൾ കട്ടായില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ലൂസിഷ്യാവ് നീ അവിടെ ഉണ്ടോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ലൂസിഷ്യാവും നീ ഉറക്കം എഴുന്നേറ്റെന്നൊക്കെ അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ നീ ഇപ്പോൾ എവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അങ്കിൾ ക്യാങ്ങിൻ്റെ കടയിൽ നൂഡിൽസ് കഴിക്കാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ സമയം ഷോവാൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ ആരും ഇങ്ങനെ തട്ടുന്നതായിട്ടൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കള്ളം പറയല്ലേ, നീ ഇവിടെ ഫ്രണ്ടിലില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ലൂസിഷ്യാവ് ഇല്ല, ഞാനിവിടെ കടയിലാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഷോവാൻ്റെ വീടിൻ്റെ അകത്തൊന്നും ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിട്ട് അവൾ പതുക്കെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ശബ്ദം കേൾക്കാൻ പറ്റുന്ന ലൂസിഷ്യാവയും പെട്ടെന്ന് തന്നെ കടയിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അതേസമയം ഷോവാനാണെങ്കിൽ ലിവിംഗ് റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ലൂഹയും അവൻ്റെ ആൾക്കാരും അവിടെ നിൽക്കുന്നതാണ്. ഷോവാനെ കാണുമ്പോൾ തന്നെ നിന്റെ മുത്തശ്ശി മരിച്ചപ്പോൾ തന്നെ നിനക്കിട്ടൊരു പണിയായിരുന്നോ ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു, നീ എന്നെ കുറേ കഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആൾക്കാരെ കൊണ്ട് അവളുടെ തല മൊത്തം നശിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഷോവാൻ തടയാനായി നോക്കുന്നുണ്ടെങ്കിലും അവളെ അവർ ഉപദ്രവിക്കാനായി തുടങ്ങാണ്. ആ സമയം തന്നെ അങ്ങോട്ടേക്ക് ലൂസിഷ്യാവ് വരുന്നുണ്ട്. അവന്മാരായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഷോവാൻ അപ്പം തന്നെ പെട്ടെന്ന് ലൂസിഷ്യാവയുടെ ഫോൺ അവളുടെ കയ്യിലെടുത്ത ശേഷം പോലീസിനെ വിളിക്കുന്നുണ്ട്. അവരിങ്ങനെ അടിയുണ്ടാക്കുന്ന ഒരു വീഡിയോയും ഷൂട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ട് ലൂഹേനെയും അവൻ്റെ ഗ്യാങ്ങിനെയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഷോവാൻ്റെ അടുത്തും ലൂസിഷ്യാവിൻ്റെ അടുത്തും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് കൂടെ ചെല്ലാനും പറയുന്നുണ്ട്. ആ സമയം തന്നെ അങ്ങോട്ടേക്ക് ജിയാങ്ങാൻ വന്നിട്ട് എന്ത് പറ്റി, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷോവാൻ ഞങ്ങൾക്കൊന്ന് പോലീസിനോട് പോവേണ്ട ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ജിയാങ്ങാൻ നിങ്ങൾ പോയിട്ടോ, ഞാൻ ഈ വീട് നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അല്പസമയം കഴിയുമ്പോൾ ഷോവാനും ലൂസിഷ്യാവും സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കൊടുത്തിട്ട് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയം ഷോവാൻ ലൂസിഷ്യാവിൻ്റെ അടുത്ത് എന്തിനാണ് എപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വയം പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നത്, നിനക്കാണെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോകത്തില്ല, ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പോകരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ഫാങ്ങിൻ്റെ കാർ വരുന്നത്. ഫാങ്ങിൻ്റെ ആൾക്കാർ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫാങ്ങിന് നിൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞ് കൂടെ വരാനായിട്ട് ഷോവാനെ വിളിക്കുന്നത്. ആ സമയം ലൂസിഷ്യാവ് ഫാങ് ആരാണെന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് അയാളെ മീറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഷോവാൻ അവനെ കൊണ്ട് അയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഫാങ്ങിൻ്റെ അടുത്തെത്തി അയാളുടെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാങ് പറയുന്നുണ്ട് ലൂഹയാണെങ്കിൽ അല്ലെങ്കിലും പ്രശ്നക്കാരനാണ്, പക്ഷെ അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു വിട്ടുന്നത് എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷോവാൻ എനിക്ക് എൻ്റെ മുത്തശ്ശിയുടെ വീട് തിരിച്ചെടുക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. ആദ്യമായിട്ട് ഇവർ ഫാങ്ങിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് അതിന് പകരമായിട്ട് ആ ഒരു മുത്തശ്ശിയുടെ വീടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്.
ഞാൻ നേരത്തെ തന്നെ 3 ലക്ഷത്തിൻ്റെ പകുതി 1.5 ലക്ഷം രൂപ ഷോവാൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പൈസ അവളുടെ കയ്യിലും ഉണ്ടായിരുന്നു. മുത്തശ്ശിയുടെ മരണാനന്തര ചടങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചിലവായിട്ട് ബാക്കി 1,20,000 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ഷോവാൻ അത് കൊടുത്ത ശേഷം ഈ ഒരു പൈസയും കൂടെ വെച്ചിട്ട് കടമെല്ലാം തീർന്നെങ്കിൽ ആ ഒരു വീട് എനിക്ക് തിരിച്ചു തരാമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് മുമ്പും അടച്ച പൈസകളും ലൂഹയും ഇങ്ങനെ തട്ടിയെടുത്ത പൈസയും എല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുവിധം എല്ലാം തീർന്നിട്ടുണ്ട്. ടോട്ടൽ 5 ലക്ഷമായിരുന്നു കൊടുക്കാനായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബാക്കി ഒരു 50,000 രൂപ കൊടുക്കാൻ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഷോവാനപ്പോൾ ഞാനത് എങ്ങനെയും ഉടനെ തന്നെ തന്നോളാം, ഇപ്പം എന്തായാലും ഒരു വീട് തന്നൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാവർക്കും ഞാനിങ്ങനെ ഇളവ് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം തന്നെ നിൻ്റെ അവസ്ഥ മനസ്സിലായിട്ടാണെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് ക്യാഷ് കുറച്ച് തന്നത്, എന്നിട്ട് നീ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ലൂഷിഷാവിൻ്റെ കാർഡിൽ ഒരു 50,000 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അതും കൂടി ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം ഷോവാൻ തടയാനെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ലൂഷിഷാവോ ആ ഒരു പൈസ അയാൾക്ക് തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ അയാൾ പറയുന്നുണ്ട് നിൻ്റെ കടമെല്ലാം ഇതോടുകൂടി അവസാനിച്ചു എന്ന്. എന്നിട്ട് ഉടനെ തന്നെ അവളുടെ മുത്തശ്ശിയുടെ വീടിൻ്റെ ബുക്കും പേപ്പറും എല്ലാം അവളുടെ കയ്യിലേക്ക് എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ലൂഷിഷാവും ഷോവാനും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ലൂഷിഷാവിന് ഒരു കോൾ വരുന്നത്. അവൻ്റെ മുത്തശ്ശൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ലൂഷിഷാവ് പോകാനേ തുടങ്ങുമ്പോൾ ഷോവൻ ഞാനും വരാമെന്ന് പറയുന്നുണ്ട്. ഷീഷാവ് പക്ഷേ നീ വീട്ടിൽ ഇപ്പോൾ റെസ്റ്റ് എടുക്കാനായിട്ട് പറയുമ്പോഴത്തേക്കും ഷോവൻ ഇല്ല ഞാനും നിൻ്റെ കൂടെ വരും, നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ എനിക്ക് നിൻ്റെ കൂടെ നിൽക്കണമെന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ ലൂഷിഷാവ് ശരിവാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിയുമ്പോൾ റൂമിൻ്റെ അകത്ത് കയറാതെ അവരിങ്ങനെ പുറത്ത് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് മുത്തശ്ശനെ ചെക്ക് ചെയ്യാനായിട്ട് ഡോക്ടർ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ പോയി കഴിയുന്നതും അങ്ങോട്ടേക്ക് ഗുയോയൻ വന്നിട്ട് ലൂഷിഷാവിനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ഷോവാനെ കാണുന്നുണ്ടെങ്കിലും അവളോടൊന്നും പറയുന്നില്ല. അങ്ങനെ ഷോവാൻ പുറത്ത് തന്നെ നിൽക്കുകയാണ്. ലൂഷിഷാവ് അകത്തേക്ക് കയറിയിട്ട് ഇവരുടെ അടുത്തേക്കൊക്കെ പോയിരിക്കുന്നുണ്ട്. ഓൾറെഡി തന്നെ മുത്തശ്ശൻ്റെ അടുത്ത് ഗുയോയാനും ലൂഷിഷാവിൻ്റെ അച്ഛനും അതുപോലെ തന്നെ കിലാനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ബിസിനസ് എനിക്ക് വിടാനുള്ള നേരമായി, ഇനിയിപ്പോൾ അതൊക്കെ നോക്കി നടത്തേണ്ടത് നിങ്ങളാണ്, കാരണം എന്നെ കൊണ്ട് ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലൂഷിഷാവിൻ്റെ അച്ഛൻ കാത്തിരുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നതും ലൂഷിഷാവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അച്ഛൻ വിഷമിക്കേണ്ട, ബിസിനസ് മൊത്തം ഞാൻ തന്നെ നോക്കി നടത്താമെന്ന്. ഇയാളുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു എന്ന് ഓൾറെഡി ലൂഷിഷാവിനും കിലാനും അറിയായിരുന്നു. അങ്ങനെ പിന്നീട് ഇവരെല്ലാവരും സംസാരിക്കുന്ന സമയത്ത് ഇതിലായിട്ട് ഗുയോയാൻ ഇവരുടെ ഫാമിലിയിൽ ശരിക്കും ഒരു മെമ്പർ ആവാത്തതുകൊണ്ട് തന്നെ അവർ പുറത്തിരിക്കേണ്ടി വരുന്നുണ്ട്. ആ സമയം അവർ ഷോവാൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഷോവാനോട് പറയുന്നുണ്ട് നിന്റെ മുത്തശ്ശി ഇപ്പോൾ മരിച്ചില്ലേ, നീ ഇപ്പോൾ തനിച്ചായില്ലേ, ഇനി എന്താണ് പ്ലാൻ, നിനക്കാണെങ്കിൽ ഇനിയും നന്നായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ടൈമുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന്. എന്നാൽ ഷോവാൻ എനിക്ക് നിങ്ങളുടെ ഹെൽപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് പോകാനായിട്ട് അറിയാമെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് എന്തേ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലൂഷിഷ്യ ഉള്ളതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ നീ പറയുന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഷോവാൻ ഒരു മറുപടി കൊടുക്കുന്നില്ല. ആ സമയം ഗുയോയാൻ പറയുന്നുണ്ട് നീ വീണ്ടും ഈ ഒരു ഫാമിലിയിലേക്ക് തന്നെ കയറി വരാതിരിക്കാനായിട്ട് നോക്കും, ഞാൻ തന്നെ നിന്നോട്ട് വരുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി പറ്റിയത്, ഈ വീട്ടിൽ തന്നെ നിൽക്കാനായിട്ട് ഞാനാണെങ്കിൽ എന്തും ചെയ്യാനായിട്ട് തയ്യാറാണ്, പക്ഷേ നീ ഈ കുടുംബത്തിലോട്ട് കയറി വരാൻ നിൽക്കരുത്, നിനക്കാണെങ്കിൽ ഇനിയും ജീവിക്കാൻ ഒരുപാടുണ്ട്, നീ വേറെ വഴികൾ കണ്ടെത്തണമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ലൂഷിഷ്യാവോ അവനാണെങ്കിൽ ഈ ഫീലിങ്സ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല, ഒരുമാതിരി ഒരു പയ്യനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷോവാനാണെങ്കിൽ ഞാൻ ഏത് സ്കൂളിലാണ് പഠിച്ചത് നിങ്ങൾക്ക് അറിയാവോ, എൻ്റെ ഫ്രണ്ട്സ് ആരെന്നറിയാവോ, അല്ലെങ്കിൽ എനിക്ക് എന്താ ഇഷ്ടമെന്നെങ്കിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അറിയാവോ, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, എന്താ മോളായിട്ടുള്ള എന്നെക്കുറിച്ച് പോലും അറിയാതെ നിങ്ങളാണോ ഇപ്പോൾ ലൂഷിഷാവിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്കൊന്നും തന്നെ അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് സംസാരിച്ച ശേഷം കിലാനും പിന്നെ ലൂഷിഷാവിൻ്റെ അച്ഛനും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ തർക്കിക്കുന്നുണ്ട്. കിലാൻ പറയുന്നുണ്ട് ഒറ്റയടിക്ക് ആ ഒരു സ്വത്തുകൾ മൊത്തം തട്ടിയെടുക്കാമെന്നും ബിസിനസ് നോക്കി നടത്താമെന്ന് വിചാരിക്കേണ്ട, എളുപ്പത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ സ്വത്തുക്കളെല്ലാം ഒറ്റയടിക്കാൻ കൊണ്ടുപോകാമെന്ന് വിചാരിക്കാൻ വേണ്ടെന്ന് കിലാൻ പറയുന്നുണ്ട്. ഇവരുടെ ഈ സംസാരം എല്ലാം തന്നെ ഗുയോയാനും ഷോവാനും കാണുന്നുണ്ടായിരുന്നു. പിന്നീട് നൈറ്റ് ആകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ലൂഷിഷ്യ ഷോവാന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ഷോവാൻ മുത്തശ്ശന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, മിക്കവാറും വർക്കിൻ്റെ സ്ട്രെസ് കാരണം വയ്യാതായിരിക്കും, പിന്നെ കുറച്ച് BP കൂടുതലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അത് മാത്രമല്ല ഗുയോയാൻ്റെ അച്ഛൻ്റെ കല്യാണത്തിന് മുത്തശ്ശൻ വരത്തില്ല എന്ന് പറഞ്ഞു, അവിടുത്തെ ശബ്ദമൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാലം കൂടെ നിന്നിട്ട് മുത്തശ്ശനെ നോക്കാമെന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷോവാൻ ഞാനും നിൻ്റെ കൂടെ നിൽക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ലൂഷിഷ്യ നീ വീട്ടിലെത്തി കഴിയുന്ന സമയത്ത് നീ എന്നെ കോൾ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഷോവാൻ അതൊക്കെ ഞാൻ ചെയ്തോളാം, പിന്നെ എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ടായിരുന്നു, ഗുയോയാനും നിൻ്റെ അച്ഛനും കല്യാണം കഴിക്കാനായിട്ട് പോവില്ല, അത് കേൾക്കുമ്പോൾ നിനക്കിപ്പോൾ ദേഷ്യം തോന്നുന്നുണ്ടോന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നേരത്തെ ദേഷ്യം ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഷോവാനോട് ചോദിക്കുമ്പോഴായാലും അവളും അത് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അവരെ കാണുമ്പോൾ ഇപ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം അവരെന്നെ മുമ്പ് ഇട്ടിട്ട് പോയതാണ്, എന്നിട്ട് അവരിപ്പോൾ ഇങ്ങനെ സന്തോഷമൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും എന്തോ അവരങ്ങനെ സന്തോഷിക്കാൻ അർഹയല്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എന്ന് പറയാണ്. ഷോവാൻ തന്നെ എന്നിട്ട് പറയുന്നുണ്ട് നമുക്കിനി എന്തായാലും അവരെയൊക്കെ അങ്ങ് വിട്ടാളെ, നമുക്ക് നമ്മുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ലൂഷിഷ്യ അപ്പോൾ നീ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിന്നെങ്കിൽ അങ്ങ് വിട്ടാളെ അവൻ കൂടെ പിടിച്ച് നിർത്തുമെന്ന് അങ്ങ് പറയുന്നുണ്ട്. പിന്നീട് ഷോവാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് റൂഫ് ടോപ്പിലായിട്ട് ജിയാങ്ങാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് ഷോവാൻ്റെ അടുത്ത് ജിയാങ്ങാൻ എൻ്റെ ലൂഷിഷ്യാൻ്റെയും കാര്യത്തിന് ക്വാളിറ്റി അറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷോവാൻ അത് ഞാൻ മനസ്സിലാക്കിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ സോറി എന്നിട്ട് അത് നേരത്തെ പറയേണ്ടതായിരുന്നു എന്ന് ജിയാങ്ങാൻ പറയുന്നുണ്ട്. ഷോവാൻ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഞാനും എൻ്റെ അമ്മയുടെ കാര്യം നിൻ്റെ അടുത്തൊന്നും മറച്ചു വെച്ചില്ല, അപ്പോൾ നമ്മൾ രണ്ടും ഒരുപോലെയാണെന്ന് പറയുന്നുണ്ട്. ജിയാങ്ങാൻ പറയുന്നുണ്ട് ഇന്ന് ലൂഹയെ വന്ന് നിൻ്റെ വീട് നശിപ്പിച്ച സമയത്ത് ഒരുപാട് സാധനങ്ങൾ നശിച്ചു പോയായിരുന്നു, നാളെ അതെല്ലാം തന്നെ വാങ്ങാനായിട്ട് പോകണം, ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറയുമ്പോൾ ഷോവാനാണെങ്കിൽ ഇല്ല ഞാൻ തന്നെ പോക്കണം, പിന്നെ എനിക്കാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോയി നിൽക്കേണ്ട
ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാനപ്പോൾ അതെന്ത് പറ്റി നിനക്ക് വയ്യെന്നൊക്കെ ചോദിക്കുമ്പോൾ അതുകൊണ്ടൊന്നുമല്ല, ലൂഷി ഷാവിൻ്റെ മുത്തശ്ശൻ ഹോസ്പിറ്റലിലാണ്, സോ അവൻ്റെ കൂടെ നിൽക്കാനായിട്ട് പോവുകയാണ്. ഐ എം സോറി, ഞാനതിപ്പോൾ പറയാനായിട്ട് പാടില്ലായിരുന്നു, നിനക്ക് ആ ഫാമിലിനെ ഇഷ്ടമല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ല കുഴപ്പമില്ല എന്നൊക്കെ ജിയാങ്യാൻ പറയുന്നുണ്ട്. ജിയാങ്യാൻ എന്നിട്ട് പോകാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ ആ സമയം ഷോവാനോട് പറയുന്നുണ്ട്, എനിക്കറിയാം ലൂഷി ഷാവ് നിന്നെ ഇപ്പോൾ നോക്കുന്നുണ്ട്, നിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ലൂഷി ഷാവിന് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊണ്ട് അടുത്ത ദിവസം ഷോവാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ്. അങ്ങനെ അവൻ്റെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഷോവാനോട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലാന്ന്. എന്നാൽ അവളാണെങ്കിൽ ഇല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ വരും എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ആ സമയം ലൂഷി ഷാവ് മുത്തശ്ശനാണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ മുത്തശ്ശനെ കൊണ്ട് വീട്ടിലേക്ക് പോകാനേ നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഷോവാൻ അപ്പോൾ അതെന്ത് പറ്റി പെട്ടെന്ന് പോകാനായി തീരുമാനിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ലൂഷി ഷാവ് മുത്തശ്ശന് പോകണമെന്ന് പറഞ്ഞു, പിന്നെ ഇന്നാണല്ലോ എൻ്റെ അച്ഛൻ്റെ ഗുയോയൻ്റെ കല്യാണം, മുത്തശ്ശനപ്പോൾ ഹോസ്പിറ്റലിൽ ഇരിക്കാൻ താല്പര്യം ഇല്ലാതെന്ന് തോന്നിക്കാണുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷോവാനാണെങ്കിൽ ഇന്നാണോ കല്യാണം, നീ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ പോയിട്ട് കല്യാണം മുടക്കാനോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവളൊന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയല്ലേ, മുത്തശ്ശീനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഡോക്ടർ ചെന്നിനെയും കൂടെ ഞാൻ ഒന്ന് മീറ്റ് ചെയ്തിട്ട് വരാം, അയാൾ മുത്തശ്ശീനെ നന്നായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട്. ലൂഷി ഷാവ് അപ്പോൾ ശരിയെന്നാൽ നീ മീറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, എന്നിട്ട് നമുക്കിവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷോഹാനാണെങ്കിൽ ഡോക്ടർ ചെന്നിനെ അന്വേഷിച്ച് റിസപ്ഷനിലേക്ക് പോകുമ്പോൾ ഡോക്ടർ ക്യാൻറ്റീനിലേക്ക് പോയി എന്നറിയാനായി പറ്റുന്നുണ്ട്. അങ്ങനെ ഷോഹാൻ നേരെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ഡോക്ടർ ചെന്നും മറ്റൊന്ന് രണ്ട് ഡോക്ടേഴ്സും കൂടെ ആയിട്ട് ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ കേൾക്കാനായി പറ്റുന്നുണ്ട്. അവർ സംസാരിക്കുന്നത് ഗുയോയും എൻ്റെയും ലൂഷി ഷാൻ്റെ അച്ഛൻ്റെയും കല്യാണത്തിനെ പറ്റിയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഡോക്ടർ പറയുന്നുണ്ട്, അത് മാത്രമല്ല ഈ ഗുയോയാണെന്ന് പറയുന്നത് നമ്മുടെ ഷോവാൻ്റെ അമ്മയായിരുന്നു, അവരുടെ ഹസ്ബൻഡും ഈ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയല്ലേ മരിച്ചത്, അന്നാണെങ്കിൽ അവരുടെ ഹസ്ബൻഡിനെ രക്ഷിക്കാനൊരു ചാൻസ് ഉണ്ടായിരുന്നു, എന്നാൽ ആ ഒരു ഗുയോയാൻ തന്നെയാണ് പറഞ്ഞത് ഇനിയിപ്പോൾ വേണ്ട, സർജറി ഒന്നും ചെയ്യേണ്ടെന്ന്, ഇല്ലെങ്കിൽ അയാൾ കുറച്ചു നേരം കൊണ്ട് ജീവിച്ചതന്നെ, നല്ലൊരു മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഷോവാൻ അങ്ങ് ഭയങ്കരമായിട്ട് ഷോക്കായി പോകുന്നുണ്ട്. കാരണം അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു, സർജറി ചെയ്തിരുന്നെങ്കിൽ തൻ്റെ അച്ഛൻ വീണ്ടും ജീവിക്കുമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴാണ് അവർക്ക് അറിയാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ചെന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഷോവാനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ സത്യമാണോ, എൻ്റെ അച്ഛനാണെങ്കിൽ രക്ഷപ്പെടുമായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് നീ അന്ന് കുഞ്ഞായിരുന്നു, നീയാണെങ്കിൽ അതൊന്നും ഓർത്തിങ്ങനെ വിഷമിക്കാൻ നിൽക്കരുത്, നിൻ്റെ അച്ഛൻ തന്നെയാണ് എന്ന് നിൻ്റെ അടുത്ത് പറയേണ്ടെന്ന് എൻ്റെ അടുത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷോവാൻ അപ്പോൾ പക്ഷേ സർജറി ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ രക്ഷപ്പെടുമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്നാലും ഒരുപാട് കാലം ജീവിക്കത്തില്ലായിരുന്നു എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഷോവാൻ അപ്പോൾ പക്ഷേ കുറേ കാലം കൂടെ എന്നോട് ഉണ്ടായിരിക്കുമായിരുന്നല്ലോ എന്നിങ്ങനെ പറയാണ്. ഷോവാൻ അങ്ങനെ അവിടെ നിന്ന് നടന്നു പോകാൻ തുടങ്ങുന്ന സമയത്ത് അവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. മരിച്ച സമയത്ത് പോലും അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കിയിട്ടാണ് നിൻ്റെ അച്ഛൻ മരിച്ചതെന്നൊക്കെ. ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും താൻ അച്ഛനെ നീതി വാങ്ങിച്ചു കൊടുക്കുമെന്നൊക്കെ തന്നെ അവൾ ആലോചിക്കുന്നുണ്ട്. അതേസമയം ലൂഷി ഷാനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ മുത്തശ്ശനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയിട്ട് മുത്തശ്ശനെ ഒരു കാറിൽ കയറ്റി പറഞ്ഞു വിടുന്നുണ്ട്. ലൂഷി ഷാവ് എന്നിട്ട് ഷോവാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ ചെൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ ചെന്നിനെ കാണുന്നതും നിങ്ങൾ ഷോവാൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നോ എന്നിങ്ങനെ ലൂഷി ഷാവ് ചോദിക്കുന്നുണ്ട്. ആ സമയം ഡോക്ടർ ചെൻ അവരെന്താണോ സംസാരിച്ചത് ആ കാര്യങ്ങളെല്ലാം തന്നെ ലൂഷി ഷാവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേസമയം ഷോവാനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗുയോയും എൻ്റെയും പിന്നെ ലൂഷി ഷാവിൻ്റെ അച്ഛൻ്റെയും കല്യാണം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് സെക്യൂരിറ്റി ഗാർഡ് കയറ്റി വിടുന്നില്ല, താനാണെങ്കിൽ ബ്രൈഡിൻ്റെ മക്കളാണെന്ന് പറയുമ്പോൾ അവരകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. ഷോവാൻ അങ്ങനെ നേരെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് എൻ്റെ മുത്തശ്ശിയും സർജറി ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലെത്തിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, എൻ്റെ മുത്തശ്ശി മരിച്ചതിന് കാരണം നിങ്ങളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഗുയോ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ കാണിക്കരുത്, നിങ്ങൾ പണ്ടും ചെയ്ത പരിപാടി ഇങ്ങനെ അറിഞ്ഞു എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൾ ഉറക്കം തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ കൂടുന്ന സമയത്ത് താങ്കൾ അമ്മയും മകളും ആണെന്നുള്ള കാര്യം ആരും അറിയാതിരിക്കാനായിട്ട് ഗുയോയാനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. ഇവക്ക് ഞാൻ പഠിക്കാനായിട്ട് സ്പോൺസർ ക്യാഷ് കൊടുക്കൂലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഞാനത് കൊടുക്കാത്തതിന് കാരണം ഇവൾ കോളേജ് എൻട്രൻസ് എക്സാം എഴുതിയില്ല അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഷോവാൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനേ വരുന്നുണ്ട്. എന്നാൽ ആ സമയം കൂടി ലൂഷി ഷാവ് വരുന്നുണ്ട്. ലൂഷി ഷാവിനെ കാണുന്നതും അവൻ്റെ അച്ഛൻ വന്നിട്ട് അവനെ പറഞ്ഞു വിടാനേ നോക്കുന്നുണ്ട്. എന്നാൽ ലൂഷി ഷാവ് എൻ്റെ അമ്മേനെ ചീറ്റ് ചെയ്ത് എൻ്റെ അമ്മ മരിക്കാൻ കാരണക്കാരനായത് നിങ്ങളാണെന്നുള്ള സത്യം നിങ്ങൾ മറന്നുപോയോന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഉറക്കെ തന്നെ പറഞ്ഞ ശേഷം അവൻ നേരെ ഗുയോയാൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പറ്റുന്നു, എന്തായാലും സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ ശേഷം അവൻ ഷോവാനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരെ ഷോവാനെ കൊണ്ട് അവൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് വരുന്നത്. അവിടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അവൻ വലിയൊരു ക്യാൻവാസും കുറേ പെയിൻറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവനാണെങ്കിൽ ഒരു ബ്രഷിൽ പെയിൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ ക്യാൻവാസിൽ ഇങ്ങനെ വലിച്ചിങ്ങനെ തെറിപ്പിക്കുന്നുണ്ട്. ആ സമയം ഷോവാൻ നീ എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ലൂഷി ഷാവ് അപ്പോൾ പെയിൻറ്റിങ് ചെയ്ത് എൻ്റെ ദേഷ്യം മൊത്തം തീർക്കാണ്, നീയും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്, ദേഷ്യം മൊത്തം നീ പുറത്തേക്ക് എടുക്കാനേ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ബക്കറ്റിലുള്ള പെയിൻ്റൊക്കെ ഇങ്ങനെ എടുത്തെറിഞ്ഞ് ദേഷ്യം മൊത്തമൊക്കെ അങ്ങ് തീർക്കുന്നുണ്ട്. അതിൻ്റെ ശരീരം ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷോവാൻ പറയുന്നുണ്ട് നീയും എന്നെ വിട്ടിട്ട് പോകുമല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന്. ആ സമയം ലൂഷി ഷാവ് ഇല്ല ഞാൻ അബ്രോഡ് പോകുന്നില്ല, ആ തീരുമാനമായി എടുത്തിട്ട് കുറച്ചായി നിൻ്റെ അടുത്ത് ഞാൻ പറയാതിരുന്നതാണെന്ന് പറയുന്നുണ്ട്. ഷോവാൻ അപ്പോൾ സീരിയസ് ആയിട്ടാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സീരിയസ് ആയിട്ട് തന്നെയാണ്, ഇനി നിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്ന ഗുയോയ തന്നെയാണ്. ഇപ്പോൾ ഇവരുടെ കല്യാണം നേരത്തെ ഷോവാനും ലൂഷി ഷാവൊക്കെ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒരുവിധം കോളമായിട്ടുണ്ടായിരുന്നു. ഇവരുടെ അടുത്ത് പറയാതെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ലൂഷി ഷാൻ്റെ അച്ഛൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ലൂഷി ഷാൻ്റെ അച്ഛൻ്റെ സ്റ്റാഫാണെങ്കിൽ ഇവരുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നിങ്ങൾക്കുള്ള ഫ്ലൈറ്റെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്, നാളെ തന്നെ നിങ്ങളെ ഞാൻ തിരിച്ച് വിളിക്കാം, ഇപ്പോൾ നിങ്ങൾ എന്തായാലും പോകണമെന്ന്.
ഒക്കെ. പിന്നീട് കാണിക്കുന്ന ജിയാങ് തന്നെയാണ്. അവൻ്റെ അമ്മ ഇപ്പോൾ വീണ്ടും ലൂഷി ഷിയാവിൻ്റെ അച്ഛൻ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പോവാണെന്നൊക്കെ ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കും അവർക്കത് സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവരാണെങ്കിൽ അതിൻ്റെ പേരിൽ കുറേ ദേഷ്യം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ കോളേജ് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് ബീജിങ്ങിലോട്ട് പോകാം, നമുക്ക് ഈ വീട് ഈ ആഴ്ച കൊണ്ട് തന്നെ വിൽക്കാനായിട്ടൊക്കെ നോക്കാമെന്ന്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഷോവൻ ഉറക്കം എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് വീട്ടിൽ ഒരിടത്തും ലൂഷി ഷിയാവ് ഉണ്ടായിരുന്നില്ല. അവളങ്ങനെ ടെൻഷനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ലൂഷി ഷിയാവ് അവൾക്ക് കൊടുക്കാനായിട്ട് ഒരു ബൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുന്നത്. ഷോവാൻ അപ്പോൾ എന്നെയും കൂടെ വിളിച്ചിരുന്നെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഷോവാന് ആ ഒരു ബൊക്കയിൽ ഉണ്ടായിരുന്ന ഒരു പൂവ് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇത് നട്ടു വെച്ച് കഴിഞ്ഞാൽ ഇത് വാടിപ്പോകുമോ എന്ന് അവളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്. ആ സമയം ലൂഷി ഷിയാവ് നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നാളെ വീണ്ടും വേറെ വാങ്ങിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഷോവാൻ പറയുന്നുണ്ട്, എന്ന് വെച്ചിട്ട് അത് ഒരുപോലെ ആവില്ല, നിന്റെ ഗാർഡനിൽ ഒന്നും തന്നെ ഇല്ല, അതിങ്ങനെ ഒഴുങ്ങി കിടക്കാണെന്ന് പറയാണ്. ആ സമയം ലൂഷി ഷിയാവ് നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും നട്ട് വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നീ വേഗം പോയി റെഡിയാവും, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ റെഡിയായതിനു ശേഷം ഇവർ നേരെ ഗ്യാരേജിലോട്ടാണ് പോകുന്നത്. അവിടെ പോകുമ്പോഴാണ് അറിയാനായിട്ട് പറ്റുന്നത് മെങ്ങാണെങ്കിൽ ജിയാങ് ഫാനിൻ്റെ അടുത്ത് എസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഡേറ്റിംഗ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് ഷോവാൻ ലൂഷി ഷിയാവയ്ക്കും കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് ബിയറൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ അവൻ്റെ മുത്തശ്ശനെ കണ്ട് താൻ എബ്രോഡ് പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറയാനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ താനും വരാമെന്ന് ഷോവാൻ പറയുന്നുണ്ട്. എന്നാൽ ലൂഷി ഷിയാവ് കുഴപ്പമില്ല, നീ എനിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുക, ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറയുന്നുണ്ട്. ഷോവാന് വീട്ടിൽ വെറുതെ ഇരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് തന്നെ അവൾ ഗാർഡനിലേക്ക് നടാനുള്ള പൂക്കളും ചെടികളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒറ്റയ്ക്ക് തന്നെ എല്ലാം നടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൾ ലൂഷി ഷിയാവയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് നീ എപ്പോൾ വീട്ടിലേക്ക് വരും എന്ന് ചോദിക്കുന്നുണ്ട്. ലൂഷി ഷിയാവ് ഞാൻ ഇപ്പം തന്നെ വരുമെന്ന് പറയുമ്പോൾ ഷോവൻ നീ പതുക്കെ വന്നാൽ മതി, നീ വന്നു കഴിയുന്ന സമയത്ത് എനിക്ക് എന്നോടൊരു കാര്യം സംസാരിക്കാനായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ലൂഷി ഷിയാവിൻ്റെ അച്ഛനെ കാണിക്കുകയാണെങ്കിൽ അയാളിപ്പോൾ മുത്തശ്ശനെ മീറ്റ് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ലൂഷി ഷിയാവ് ഓൾറെഡി മുത്തശ്ശനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ അയാൾ പുറത്ത് പോയി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതേസമയം ലൂഷി ഷിയാവ് മുത്തശ്ശനോട് ഇതുപോലെ താൻ എബ്രോഡ് പോകുന്നില്ല എന്നും തനിക്ക് അതേപോലെ തന്നെ ഇനിയിപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ആരെയാണ് ഏൽപ്പിക്കുന്നത് എന്നുള്ള വോട്ടിംഗ് ചെയ്യുന്ന ഒരു പരിപാടിയിൽ അതിലൊന്നും തനിക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവൻ പുറത്തേക്ക് വരുന്ന സമയത്ത് അവൻ്റെ അച്ഛൻ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ലൂഷി ഷിയാവ് അവൻ്റെ അച്ഛനോടും ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. പോകാനേ നിൽക്കുന്ന സമയത്ത് ഷോവാൻ്റെ കാര്യം പറഞ്ഞ് അച്ഛൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഷോവാനാണെങ്കിൽ എൻ്റെ കല്യാണം മുടക്കാനായിട്ടൊക്കെ നോക്കിയതല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നത് വേണ്ട, ഞാൻ പറയുന്ന അനുസരിച്ച് നിന്നില്ലെങ്കിൽ അവൾ കുറേ കഷ്ടപ്പെടുമെന്ന് ലൂഷി ഷിയാവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ലൂഷി ഷിയാവ് ആ സമയം പറയുന്നുണ്ട് അവളെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരരുതെന്ന്. എന്നാൽ അച്ഛനാണെങ്കിൽ എങ്ങനെയെങ്കിലും എല്ലാവരുടെ കയ്യിൽ നിന്ന് വോട്ടൊക്കെ നേടിപ്പിടിച്ച് ഈ ബിസിനസ് തൻ്റെ കയ്യിൽ തന്നെ മൊത്തത്തിൽ എത്തിക്കണം എന്നൊരാഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നീ നിൽക്കണം. എനിക്കാണെങ്കിൽ നിൻ്റെ അങ്കിൾ ചാങ്ങിൻ്റെ അടുത്തുനിന്ന് വോട്ടൊക്കെ കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അങ്കിൾ ചാങ്ങുമായിട്ട് ഒരു ഡിന്നർ കഴിക്കാനായിട്ട് നാളെ പോകുന്നുണ്ട്, നീയും എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഷോവൻ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൻ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ ലൂഷി ഷിയാവിനെ അയാളുടെ കൂടെ കൊണ്ടുപോകാനേ നോക്കുന്നുണ്ട്. ലൂഷി ഷിയാവ് ഞാൻ നാളെ വന്നാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വന്ന് കാറിൽ കയറാൻ പറഞ്ഞിട്ട് അവനെ ഇങ്ങോട്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അവൻ പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് അവൻ്റെ മൊബൈൽ ഫോൺ വരെ വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ഷോവാനാണെങ്കിൽ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് ഇതുവരെയായിട്ട് ലൂഷി ഷിയാവ് വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവനെ കോൾ ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ കോളൊന്നും ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ ലൂഷി ഷിയാവിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ അവൻ്റെ റൂമിൽ നിൽക്കുകയാണ്. കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടുത്തെ സ്റ്റാഫ് കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അവനിപ്പോൾ എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ പുറത്ത് പോകാതെ നോക്കാനായിട്ട് 2 ഗാർഡ്സ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഷോവാനെ കാണിക്കുകയാണെങ്കിൽ ലൂഷി ഷിയാവ് ഇത് എവിടെയാണെന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ ഇപ്പം എങ്ങനെയും ജിയാങ് ഫാനിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇതുപോലെ തന്നെ ലൂഷി ഷിയാവിൻ്റെ അച്ഛൻ അവനെ വീട്ടിൽ അവൻ്റെ ഫോണൊന്നും ഇല്ലാതെ ഇങ്ങനെ പിടിച്ചു വെക്കാറുണ്ട്. ഒരുപക്ഷെ അവൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും. വീട്ടിലാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, അവൻ എന്തായാലും സേഫ് അല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷോവാൻ പറയുന്നുണ്ട് ഇല്ല, അവനെ ഫോഴ്സ് ചെയ്താണ് വീട്ടിൽ വെച്ചേക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നു. ഇവരുടെ സംസാരം എല്ലാം തന്നെ ജിയാങ് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ വന്നിട്ട് ഷോവാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് ശരിക്കും അവന് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടോന്ന്. ആ സമയം അവൾ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് എങ്കിൽ പിന്നെ ഞാൻ ഒരു പ്ലാൻ പറഞ്ഞുതരാമെന്ന് ജിയാങ് ഞാൻ പറയുന്നുണ്ട്. ആ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് ലൂഷി ഷിയാവിൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ജിയാങ് അന്ന് നൈറ്റ് അവർ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഡോറാണെങ്കിൽ പാസ്വേഡ് ലോക്കാണ്. സോ ആരെങ്കിലും ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. എന്നാൽ ഷോവാന് ആരുടെ ഹെൽപ്പില്ലാതെ കയറാൻ വേണ്ടിയിട്ട് ഇവൻ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആ ഒരു ലോക്കിൻ്റെ പുറത്ത് ഒരു സെലോ ടേപ്പ് ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ സെക്യൂരിറ്റി ഗാർഡിൻ്റെ കണ്ണിൽപ്പെടാതെ ഷോവാനാണെങ്കിൽ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. ലൂഷി ഷിയാവിയുടെ മുറിയുടെ ജനൽ ഏത് ഏരിയയിലാണോ വരുന്നത് അങ്ങോട്ടേക്ക് ചെന്ന് നിന്നിട്ട് അപ്പോൾ അതൊക്കെ ശബ്ദം ഉണ്ടാക്കാനേ തുടങ്ങുന്നുണ്ട്. ശബ്ദം കേൾക്കുന്ന ലൂഷി ഷിയാവോ ജനലിൻ്റെ അവിടേക്ക് വന്ന് നിന്ന് നോക്കുമ്പോഴത്തേക്കും ഷോവാൻ പുറത്ത് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവളിവിടെ എന്താ ചെയ്യുന്നതെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർ ഇത്രയും ഡിസ്റ്റൻസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പരസ്പരം ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൂഷി ഷിയാവാണെങ്കിൽ ഒരു പേപ്പറിൽ സംഭവം എഴുതിയിട്ട് ഇങ്ങനെ പറത്തി വിടുന്നുണ്ട്. ഷോവാനത് കിട്ടി. ഷോവാൻ ആ ഒരു പേപ്പർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ലൂഷി ഷിയാവ് നീ ഇവിടെ എന്താ ചെയ്യുന്നത്, ഞാനാണെങ്കിൽ ഇന്നലെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് വരാനായിട്ട് പറ്റില്ല, നീ ഇപ്പോൾ പോകാൻ നോക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷോവാനാണെങ്കിൽ ഇല്ല, ഞാൻ നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചൊരു പേപ്പറിൽ എഴുതിയിട്ട് അവൻ അത് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷിയാവോ അത് വായിച്ചിട്ട് ഷോവാൻ്റെ അടുത്ത് വേണ്ടാന്ന് പറയാനേ നിൽക്കുന്നുണ്ട്. അത് ഉദ്ദേശിച്ച് അവൻ ജനലിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ ഷോവാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ അവൾ വീടിൻ്റെ അകത്തേക്ക് കയറാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേസമയം ഷോവാനെ കാണിക്കുകയാണെങ്കിൽ അവളിങ്ങനെ പതുക്കെ വീടിൻ്റെ അകത്തേക്ക് കയറുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരെ ബൈ ഫ്രം ഡ്രാമ ഡിക്കോ ഡയറീസ്.